ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നല്ലൊരു സൺഡേ ആണ്, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു സൺഡേ. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ പിള്ളേരെ കൊണ്ട് എങ്ങോട്ടെങ്കിലും പോകാമെന്ന് വിചാരിച്ചു, എപ്പോഴത്തേയും പോലെ തന്നെ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു സ്ട്രോബെറി ഫാം ലെസ്റ്ററിലാണ്, അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. ലാസ്റ്റ് ഇയർ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഇത്തവണ അതിൻ്റെ സമയമായി. അപ്പോൾ പിന്നെ ഇന്ന് പിന്നെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. സുധീർ ഏട്ടൻ നൈറ്റ് പോയിരിക്കുകയാണ്, പുള്ളിക്കാരൻ വന്നിട്ട് വേണം പോകാൻ. ഞങ്ങൾ സയാന പിന്നെ വേറൊരു ഫാമിലി, അങ്ങനത്തെ ഒരു 3 ഫാമിലി ഉണ്ട്. ഞങ്ങൾ 3 പേരും പിന്നെ പിള്ളേരും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അതാണ് കേട്ടോ. അപ്പോൾ ശേഷം കാഴ്ച. ഒരു പഴയതേ സെറ്റപ്പ് തന്നെയാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഫീസ് അടച്ചു. ഞങ്ങൾ 3 പേർക്കും കൂടെ 9 പൗണ്ട്. ആദ്യക്കുട്ടിന് 14 ആയതുകൊണ്ട് മോൾക്ക് വേണ്ട. പിന്നെ അടുത്ത സ്റ്റെപ്പ് ഇവിടെ നിന്ന് നമുക്ക് ബാസ്ക്കറ്റ് എടുക്കണം. നമുക്ക് വണ്ടിയുണ്ട് ഫാം ഫുള്ള് കാണിക്കാനായിട്ട്. അപ്പോൾ വണ്ടിക്ക് വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം കഴിഞ്ഞ തവണ വണ്ടി കയറിയില്ല, അപ്പോൾ ഇത്തവണ വണ്ടി കയറാമെന്ന് വിചാരിച്ചു. ഇതാണ് നമ്മുടെ പ്രൈസ്, സ്ട്രോബെറിയുടെ എല്ലാത്തിൻ്റെയും പ്രൈസ് വെച്ചിട്ടുണ്ട്. സ്ട്രോബെറി 5.60 per kg ആണ്. ബസ്സിന് വേണ്ടി ആൾക്കാർ വെയിറ്റ് ചെയ്യണം കേട്ടോ. സ്ട്രോബെറീസ് കിടക്കുന്നുണ്ടോ? കഴിഞ്ഞ തവണ ഞങ്ങൾ ആക്രാന്തം കൊണ്ടും അത്യാഗ്രഹം കൊണ്ടും ഒത്തിരി പറിച്ച അവസാനം അത് വേസ്റ്റായി. അതുകൊണ്ട് ഇത്തവണ ഞങ്ങൾ പറഞ്ഞു വന്നിരിക്കുന്നത് അത്യാവശ്യമുള്ളത് മാത്രം, നല്ലത് മാത്രമേ പറിക്കാവൂ എന്ന് പ്രത്യേകിച്ച് ആദ്യക്കുട്ടിയോട് പറഞ്ഞിട്ടുണ്ട്. കാരണം അവളാണ് ഇങ്ങനെ എല്ലാം കൂടെ ഇങ്ങനെ പിതുക്കി പറിച്ച് നശിപ്പിക്കുന്നത്. അതുകൊണ്ട് അവളോട് പറഞ്ഞിട്ടുണ്ട് വളരെ ശ്രദ്ധയോടുകൂടി നല്ലത് മാത്രം പറിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ തവണ ജാമൊക്കെ ഉണ്ടാക്കി കൊണ്ട് കുറച്ച് കഴിച്ചു, ബാക്കി കുറേ വേസ്റ്റായിപ്പോയി. അതുകൊണ്ട് കരുവാൻ നോട്ട് നൗ, വെയിറ്റ് കണ്ട, നമുക്ക് ഫീൽഡിൽ അങ്ങോട്ട് പോകാമല്ലോ, എന്നിട്ട് പറിക്കാം. അങ്ങ് ഉള്ളിലോട്ട് പോകണമല്ലോ. നമ്മുടെ ട്രക്ക് വരുന്നുണ്ട്, ഫാമിൻ്റെ ട്രക്ക്. അതിൽ പോകാൻ വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്. ആ വൈ ഇത്രയും പേര് ആൾക്കാർ നിൽപ്പുണ്ട് ക്യൂവിൽ. We're not going on. Go. Sorry, we're not going on. We need more buses like this. A bus like this? No, more buses like this. Because they have no windows at all. I can put your hand outside, look. You sit there, look. We'll sit on my knee. No? ഏട്ടന് മാത്രം സീറ്റ് കിട്ടില്ലായിരുന്നു, കുറച്ച് പേർക്ക് സീറ്റ് കിട്ടില്ല. വലിയ ആൾക്കാരൊക്കെ നിൽക്കും. See the skeleton, it is here the skeleton. The skeleton and spider. Oh, some like pumpkin. Was that pumpkins out of the lake? No, it's like a farm. Okay, stop. ഇവിടെ ഇറങ്ങണം നമ്മളൊക്കെ. See? Box weighs 1 kilogram. They can add. I mean, the strawberries is 1 kg and the box is like 20 grams. But the box is made with this cardboard, you know. The paper, no? Paper cardboard. It weighs because of metal. Oh, yeah. മതിടാ.
മതിയടാ. മതി മോനെ, ഇനി അങ്ങോട്ട് പോയി നമുക്കിനി അവിടെ എന്തൊക്കെയാ ഉണ്ടെന്നൊക്കെ. നമ്മളിനി ബ്ലൂബെറി ഇവിടെ പറിക്കാൻ പോവാം. വേറെ എന്തൊക്കെയോ ബെറീസ് ഉണ്ട്, നോക്കാം. വെയിലുണ്ട് കേട്ടോ. എവിടെ അണ്ണൻ കുഞ്ഞ്? നോക്കട്ടെ, അണ്ണൻ കുഞ്ഞ് എവിടെ? അയ്യോ, ആരാ ഇത്? അണ്ണൻ കുഞ്ഞാണോ? ഇപ്പൊ അത് കയ്യിലെടുത്തോടി. ഇന്നലെ കൊണ്ടുകൊടുത്ത അണ്ണൻ കുഞ്ഞിനെ കയ്യിലെടുത്തല്ലേ? സയനൊക്കെ ഇപ്പൊ എത്തിയതേ ഉള്ളൂ. എബി ഫോട്ടോ സെഷൻ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഒന്ന് പറിച്ചു വാർന്നറിഞ്ഞു. ആദ്യ കുട്ടി തളർന്നു. അയ്യോ, മടുത്തു. ആദ്യ കുട്ടി അത് കയറിയപ്പോലെ അവളെ കൂടെ കയറ്റി കേട്ടാ. സ്ട്രോബെറി പറിക്കുമ്പോൾ നമുക്ക് അത് ആവശ്യമുള്ളത് മാത്രം പറിക്കാം, അത്യാവശ്യത്തിന്. കാരണം ഒത്തിരി പറിച്ചാൽ നമ്മൾ കാണുമ്പോൾ നമുക്ക് ഒത്തിരി പറിക്കാൻ തോന്നും. പക്ഷേ അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അത് വേസ്റ്റായി പോകും. ഇല്ലെങ്കിൽ അത്രയും ഉപയോഗിക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രം പറിക്കണം. ഇല്ലെങ്കിൽ കുറച്ച്, കാരണം ഞങ്ങൾ പറഞ്ഞില്ലേ കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് പറ്റിപ്പോയത്, കുറേ കളയേണ്ടി വന്നു ഞങ്ങൾക്ക്. ഇത്തവണ ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങൾ പറിക്കുന്നില്ല, പിള്ളേരെ കൊണ്ട് മാത്രം പറിപ്പിക്കുന്നുള്ളൂ. കൊണ്ടോ ഇപ്പം മോള് ഇത്ര എടുത്തിട്ടുണ്ട്. നല്ല അത് മോസ്റ്റ് ഒക്കെ ആദ്യക്കൂട്ടനും കുറച്ച് എടുക്കുന്നുണ്ട്. ഞങ്ങൾ പറിക്കുന്നില്ല, ഞങ്ങളിങ്ങനെ പറിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പം മടുത്തു കേട്ടോ, കഴിച്ച് മടുത്തു. ഓക്കെ, പിന്നെ ഇന്ന് സൺഡേ 10 മുതൽ 1 മണി വരെയാണ് ഇവിടെ ഉള്ളത്. നല്ല വെയിലാണ്. അപ്പം വരുന്നവർ തൊപ്പിയൊക്കെ കൊണ്ടുവരണം, സൺസ്ക്രീമൊക്കെ ഇട്ടിട്ട് വേണം വരാനായിട്ട്. ഇല്ലെങ്കിൽ പിന്നെ സൺഗ്ലാസ് വെച്ചേക്കുക. ഇല്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും. തലവേദനയും കുറച്ച് സ്കിന്നിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അതനുസരിച്ച് റെഡിയായിട്ട് പ്രിപ്പയറായിട്ട് വരിക കേട്ടോ. ഇച്ചിരി വെള്ളമൊക്കെ ബാഗിൽ വെച്ചിരിക്കണം. കാരണം പിള്ളേർക്ക് കൊടുക്കാനായിട്ട്. പിള്ളേർ ഇതൊക്കെ മതിമറന്ന് നിൽക്കും വെയിലത്ത്. അതുകൊണ്ട് പിള്ളേർക്കൊക്കെ സൺസ്ക്രീൻ ലോഷനൊക്കെ ഇട്ടിട്ട് വേണം വരാനായിട്ട്. പിന്നെ ഒരു ഫോട്ടോ എടുത്തേ. ഇത് കൊനന്ന് കൊനിറച്ചി കൊനാമന്നി ആർക്ക് വേണം? കൊനിറച്ചി ഒരു പെട്രോൾ നടക്കുന്നോ? തീരട്ടൻ സ്ട്രോബെറി ഇടണോ? കഴിച്ചേ എന്നിട്ട് എങ്ങനെയുണ്ട്? റിവ്യൂ പറഞ്ഞു. ആണോ? കുറച്ച് കണ്ടോ? അപ്പൊ നമ്മൾ ഇനി ഇവിടെ നിന്ന് പോയി അങ്ങ് ഏറ്റവും ബാക്കിൽ പോയി നിൽക്കണം. ഈശ്വർ, പിന്നെ
കളിക്കാൻ വേണ്ടിയുള്ള ഒരു നമ്മുടെ എന്തോ പരിപാടി ഉണ്ടല്ലോ, ഒരു വീൽ, എന്ത് പരിപാടി, എന്തോ ഒരു മിനി വീലോ, മിനി വീൽ ഇതുണ്ട്. ഞാൻ കഴിഞ്ഞ വർഷം ഇതിവിടെ ഉണ്ടായിരുന്നു, അത് സെയിം തന്നെയാണ്. പിന്നെ പൈസ കൊടുക്കണം പിള്ളേർക്ക്. ഇതിലൊന്നും നമ്മൾ കയറുന്നില്ല, കാരണം കഴിഞ്ഞ തവണ പിള്ളേരെ കയറ്റിയായിരുന്നു, കയറുന്നില്ല. ഞങ്ങൾ നേരെ ഞങ്ങൾ ക്യൂ സ്ട്രോബെറിയുടെ വെയിറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി വരുന്ന സ്ഥലത്ത് വീണ്ടും അപ്പം ആ സെക്യൂരിറ്റി ഗാർഡ് പറഞ്ഞു നിങ്ങൾ ലാസ്റ്റ് പോയി നിൽക്കുമ്പോൾ അവിടെ നിന്ന് ആൾക്കാർ നിങ്ങൾക്ക് വെള്ളം തരും കുടിക്കാനായിട്ട്, ബിക്കോസ് ഇത് ലോങ് വെയിറ്റിംഗ് ആണ്. അതുകൊണ്ട് അവർ അപ്പോളജൈസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നീങ്ങി ഇങ്ങോട്ട്. എനിവേ നല്ല ആൾക്കാരാണ്, നല്ല മനുഷ്യരെ, എല്ലാവർക്കും വെള്ളം കൊടുക്കുന്നുണ്ട് കേട്ടോ ക്യൂവിലായതുകൊണ്ട്. 1 മണിയായപ്പോൾ ക്ലോസ്ഡ് എന്ന മോഡ് വെച്ചു അവർ. ഞങ്ങൾ നേരെ ഒള്ളാട്ടൻ പാർക്കിലോട്ട് അവിടെ പോയിരുന്നു ഫുഡ് കഴിക്കാനായിട്ട്. ഇവിടുന്ന് ഒരു 28 മിനിറ്റ്സ് again ഉണ്ട്. നമ്മുടെ അയർലൻഡ് പോലെ ഇല്ലേലും ഞാൻ കണ്ടോടും. ഓടുമല്ല, അത് പണ്ട് സയന അങ്ങനെയാ. തിരക്കാണ്, അത് നമുക്ക് അവിടെ വെക്കാം. ആഹാ, ഭയങ്കര സെറ്റപ്പാണല്ലോ. ഹെവി. ഞങ്ങളുടെ ഫുഡ് ഐറ്റംസ് എല്ലാം വരുന്നുണ്ട്. പിള്ളേരെടുത്ത് വെച്ചോണ്ടിരിക്കാണ്. ഇത് കൂട്ട് ഇതുകൊണ്ട് മറ്റേ On your mark, get set, go. No. On your marks. Adi.
സെറ്റ് ഗോ ഗോ. കഴിഞ്ഞു, കലാപരിപാടി അവസാനിച്ചിരിക്കുന്ന എല്ലാവരും വീട്ടിൽ പോകേണ്ടതാണ്. Pack up, pack up. ഇതോടുകൂടി ഇന്നത്തെ കലാപരിപാടികൾ അവസാനിച്ചിരിക്കുകയാണ്. സ്റ്റേജിന് പുറകിലുള്ള എല്ലാവരും എത്രയും പെട്ടെന്ന് വീടുകളിൽ എത്തിച്ചേരേണ്ടതാണെന്ന് മാന്യമായി അപേക്ഷിക്കുന്നു. വീട്ടിൽ പോണേ.